നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആയുധങ്ങളുമായി ബോട്ടെത്തുന്ന വ്യാജ പ്രചരണം. പിടികൂടിയ ബോട്ടുകൾ വിട്ടയച്ചു. പ്രചാരണം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ബോട്ടുകൾ വിട്ടയച്ചത്. കല്ലട ജലോത്സവം. ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജലരാജാവ്. ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ രണ്ടാം സ്ഥാനത്ത്. നിർമ്മാണം തീരാത്ത വീടുകളിലെ ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തഴവ കടത്തൂർ സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. കടത്തൂർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. വിശദമായ വാർത്തകളിലേക്ക്. ആയുധങ്ങളുമായി ബോട്ട് എത്തുന്ന വ്യാജ പ്രചരണത്തെ തുടർന്ന് പിടികൂടിയ ബോട്ടുകൾ വിട്ടയച്ചു. ആയുധങ്ങൾ കടത്തുന്നു, ശ്രീലങ്കക്കാരെ കേരള തീരം വഴി കടത്തുന്നു എന്നിങ്ങനെയുള്ള പ്രചാരണത്തെ തുടർന്നാണ് ബോട്ടുകൾ പിടികൂടിയത്. കൊല്ലം ശക്തികുളങ്ങരയിലും ബോട്ട് പിടികൂടിയിരുന്നു. എന്നാൽ വിശദമായ പരിശോധനയിൽ പ്രചാരണം വ്യാജമാണെന്ന് തിരിച്ചറിയുകയും ബോട്ടുകൾ വിട്ടു നൽകുകയുമായിരുന്നു. കാർത്തിക എന്ന ബോട്ടിൽ ആയുധങ്ങളുമായി ഒരു സംഘം എത്തുന്നു, ശ്രീലങ്കക്കാരെ കേരള തീരം വഴി കടത്തുന്നു തുടങ്ങിയ വ്യാജ പ്രചാരണങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങരയിൽ നിന്നുൾപ്പെടെ ബോട്ടുകൾ പോലീസ് പിടിച്ചെടുത്തത്. മത്സ്യത്തൊഴിലാളികൾ ഇത് സംബന്ധിച്ച് ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധനയ്ക്കിറങ്ങി. കൊല്ലം ശക്തികുളങ്ങരയിൽ കാർത്തിക എന്ന് പറയുന്ന ബോട്ട് പിടികൂടി. 8 തമിഴ്നാട് സ്വദേശികളും 8 ഒഡീഷക്കാരും ആയിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. തമിഴ്നാട്ടുകാർ ശ്രീലങ്കക്കാരല്ലെന്ന് ഉറപ്പാക്കി. സംശയങ്ങൾ ദൂരീകരിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് വള്ളങ്ങൾ വിട്ടയച്ചത്. ആലപ്പുഴ, അഴീക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലും കാർത്തിക എന്നു പേരുള്ള ബോട്ടുകൾ പോലീസ് പിടികൂടിയിരുന്നു. തമിഴ്നാട് തേങ്ങാപട്ടണത്തു നിന്ന് വാങ്ങിയ മറ്റൊരു ബോട്ടിലുണ്ടായിരുന്നയാൾ എറണാകുളം ഭാഗത്ത് ബോട്ടിന്റെ തകരാർ പരിഹരിക്കാൻ സഹായം തേടിയത് വ്യാജ പ്രചാരണങ്ങൾക്ക് മൂർച്ചയേറ്റി. ശക്തികുളങ്ങരയിൽ പിടികൂടിയ കാർത്തിക ബോട്ട് മുനമ്പത്തു നിന്ന് തെക്കുംഭാഗം സ്വദേശിയായ ചന്ദ്രു എന്നയാൾ വാങ്ങിയതാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ ലൈസൻസ് ഇവരുടെ പേരിലേക്ക് മാറിയിട്ടില്ല. ബോട്ടിന്റെ ലൈസൻസ് കാലാവധി 1 മാസം മുമ്പ് അവസാനിച്ചിരുന്നതാണെന്ന് ഫിഷറീസ് വകുപ്പും കണ്ടെത്തി. ലൈസൻസ് പുതുക്കാത്തതിനാൽ ബോട്ടുടമകളിൽ നിന്ന് പിഴ ഈടാക്കും. ആയുധക്കടത്ത്, ലഹരിക്കടത്ത് ഭീഷണികൾ മുൻനിർത്തി കൊല്ലം സിറ്റി പോലീസ് ബോട്ടുടമകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ബോട്ടുകളിലെ തൊഴിലാളികൾ എവിടെ നിന്നുള്ളവരാണ്, ഇവരുടെ പശ്ചാത്തലം എന്നിവ സംബന്ധിച്ച് പോലീസിനും ഫിഷറീസിനും വ്യക്തതയില്ല. ഈ സാഹചര്യം മുൻനിർത്തിയാണ് യോഗം ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. കല്ലട ജലോത്സവത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജലരാജാവ്. ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇത്തവണ മത്സരരംഗത്തില്ലാതിരുന്ന കല്ലട ചുണ്ടൻ പ്രദർശനവുമായി രംഗത്തുണ്ടായിരുന്നു. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വിഭാഗത്തിൽ 3 തെക്കൻ 1ാം സ്ഥാനവും 2ാം സ്ഥാനം മാമൂടനും നേടി. ജലോത്സവ പ്രേമികളുടെ മനം നിറച്ച കല്ലട ജലോത്സവം. ജലോത്സവത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാൻജി 1ാം സ്ഥാനം നേടി. ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ 2ാം സ്ഥാനത്തെത്തി. മത്സരരംഗത്തില്ലായിരുന്ന കല്ലട ചുണ്ടൻ പ്രദർശനവുമായി രംഗത്തുണ്ടായിരുന്നു. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വിഭാഗത്തിൽ 3 തെക്കൻ 1ാം സ്ഥാനവും 2ാം സ്ഥാനം മാമൂടനും നേടി. 2ാം ഗ്രേഡ് വിഭാഗത്തിൽ മഞ്ഞണത്തമ്മയും 2ാം സ്ഥാനം ശരവണനും കരസ്ഥമാക്കി. അലങ്കാര വള്ളത്തിനുള്ള ട്രോഫി കല്ലട ചുണ്ടന് ലഭിച്ചു. കൊടിക്കുന്ന് സുരേഷ് എം പി ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്ന ജലോത്സവം ഈ നാടിൻ വികാരമാണ്. ഈ നാടിൻ ₹1,00,000 ട്രോഫിയുമായിരുന്നു അവാർഡ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പണിതീരാത്ത വീടുകളിലെ ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തഴവ കടത്തൂർ സ്വദേശി രാജേഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കടത്തൂർ സ്വദേശിയുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയറുകൾ മോഷണം പോയതിനെ തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. നിർമ്മാണം തീരാത്ത വീടുകളിൽ നിന്ന് ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന യുവാവാണ് പിടിയിലായത്. തഴവ കടത്തൂർ ഇട്ടിയാഞ്ചേരിൽ രാജേഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കടത്തൂർ സ്വദേശിയുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയറുകൾ മോഷണം പോയതിനെ തുടർന്ന് നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം. തഴവ കടത്തൂർ ഭാഗങ്ങളിൽ
വീടുകളിൽ നിന്നും സമാന രീതിയിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പേരയം ഗ്രാമപഞ്ചായത്തിലെ കുമ്പളം മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പേരയം ഗ്രാമപഞ്ചായത്തിലെ കുമ്പളം മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടമാണ് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് PC വിഷ്ണുനാഥ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്ത് വികസന പരിപാടി നമ്മൾ ഏൽപ്പിച്ചാലും അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അത് നടപ്പിലാക്കുന്ന ഒരു ഭരണസമിതി ശ്രീ അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് എനിക്ക് ഈ പഞ്ചായത്തിനോട് പ്രത്യേക താല്പര്യമുള്ളത്. നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ട് മാത്രം കാര്യമില്ല, പല ഫണ്ടും അനുവദിച്ചിട്ട് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയോ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്, ആ പ്രവർത്തനങ്ങൾ യഥാസമയം നടക്കാതെ പോവുകയോ ചെയ്താൽ ആ പദ്ധതികൾ ഡിലേ ആകും. പദ്ധതികൾ ഡിലേ ആയി കഴിയുമ്പോഴത്തേക്കും MLAയുടെ പെർഫോമൻസിനെയാണ് അത് ബാധിക്കുന്നത്. നമ്മൾ തുക അനുവദിച്ച് പൂർത്തിയായി ബില്ലും കൂടെ മാറിക്കഴിയുമ്പോഴാണ് ഈ വിനിയോഗത്തിൻ്റെ ശതമാനത്തിലേക്ക് അത് വരത്തുള്ളൂ. പൈസ അനുവദിച്ചെന്ന് പറഞ്ഞ് വരത്തില്ല, കരാറ് വെച്ചെന്ന് പറഞ്ഞാൽ പോലും വരത്തില്ല. ഇദ്ദേഹം ആനന്ദ് പണി പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ പോലും വരത്തില്ല. ആനന്ദ് പണി പൂർത്തിയാക്കി ആനന്ദിന് ബില്ല് മാറി കാശ് കൈ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ അത് പെർഫോമൻസിൽ അത് വരത്തുള്ളൂ. അതുകൊണ്ട് ഫോളോ അപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ പഞ്ചായത്തിൽ MLA ഫണ്ടിലും തുക അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മൾ തുക അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തുക അനുവദിച്ചിട്ടുണ്ട്. കായിക മേഖലയിൽ ഏതാണ്ട് 1 കോടി രൂപ നമ്മൾ MLA ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച പേരയം പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം ഈ മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നടത്താൻ പോവുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ സബ് സെന്റർ കുമ്പളം ഉപകേന്ദ്രം ഇത് അനുവദിച്ച കാലം മുതൽ നാളിന്ന് വരെ പല വാർഡ് കെട്ടിടങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മളിവിടെ ഞാൻ കൂടെ ഉൾപ്പെട്ട ഭരണസമിതിയുടെ ഭാഗമായി കഴിഞ്ഞ ടൈമിലാണ് ഇവിടെ സ്ഥലം വാങ്ങിയത്. പിന്നീട് നമ്മുടെ ബഹുമാനായ MLA അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ചത്. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, B സ്റ്റാഫോർഡ്, N ഷേർലി, വിനോദ് പാപ്പച്ചൻ, ആലിസ് ഷാജി, ലതാ ബിജു, Y ചെറുപുഷ്പം, B സുരേഷ്, J സുനിൽ ജോസ്, PG ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ദീപ മേരി, C ഷാജി, മഹേഷ്, ലത, മനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണക്കെട്ടുത്സവം വർണ്ണാഭമായി. ചെഞ്ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങിയ നന്ദികേശന്മാർ പടനിലത്ത് കാഴ്ചയുടെ വിസ്മയം തീർത്തതോടെ കരവിരുതിന്റെ വർണ്ണോത്സവം ഓണാട്ടുകരയുടെ കരുത്തിന്റെ കൂടി അടയാളപ്പെടുത്തലായി. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ ചെറുതും വലുതുമായ 170ഓളം കെട്ടുകാളകൾ കുടമണി കിലുക്കി പടനിലത്ത് പുതുചരിതം രചിച്ചു. ഞായറാഴ്ച കൂടി കെട്ടുകാളകൾ പടനിലത്ത് ദർശനത്തിനായി ഉണ്ടാകും. ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ ചെറുതും വലുതുമായ 170ഓളം കെട്ടുകാളകളാണ് കുടമണി കിലുക്കി പടനിലത്ത് എത്തിയത്. കറ്റാനം കരിയുടെ കെട്ടുകാളയായിരുന്നു പടനിലത്ത് ആദ്യം എത്തിയത്. തുടർന്ന് ചെറുതും വലുതുമായ കെട്ടുകാളകൾ പടനിലത്തേക്ക് എത്തിത്തുടങ്ങി. രാത്രി 8 മണിയോടെയാണ് ഏറ്റവും വലിയ കെട്ടുകാളിയായ ഞക്കനാൽ പടിഞ്ഞാറേക്കരിയുടെ വിശ്വപ്രജാപതി കാലഭൈരവൻ പടനിലത്തെത്തിയത്. സ്വർണത്തിലും വെള്ളിയിലും വെങ്കലത്തിലും നിർമ്മിച്ച ചെറുകാളകളും ഇക്കുറി എത്തിയിരുന്നു. രാത്രി ഏറെ വൈകിയാണ് കെട്ടുകാഴ്ചകൾ പടനിലത്തേക്ക് പൂർണ്ണമായും കയറിയത്. ചെറിയ കെട്ടുകാളകൾ കിഴക്കും പടിഞ്ഞാറും ആൽത്തറകൾ, എട്ടുകണ്ടം, തകിടിക്കണ്ടം, ഓങ്കാരസത്രത്തിന് മുൻവശം എന്നിവിടങ്ങളിൽ വലം വെച്ച് മുൻകൂട്ടി നിശ്ചയിച്ചു നൽകിയ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. വലിയ കെട്ടുകാളകൾ അന്നദാന മന്ദിരത്തിന് മുന്നിലും പരബ്രഹ്മ ഓഡിറ്റോറിയത്തിന്റെ വശങ്ങളിലുമായി നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ അണിനിരന്നു. സ്ത്രീകളും കുട്ടികളും ഒരുക്കിയ കെട്ടുകാളുകളുടെ എണ്ണവും ഇക്കുറി ഉയർന്നിരുന്നു. വലിയ ക്രെയിനിന്റെ സഹായത്തോടെയാണ് മിക്ക കെട്ടുകാളുകളെയും എഴുന്നള്ളിച്ചത്. ഓച്ചിറ 28ാം ഓണം ദർശിക്കാനായി ലക്ഷങ്ങളാണ് പടനിലത്തേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ മുതൽ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കെട്ടുകാഴ്ചകൾ ഞായറാഴ്ച കൂടി ദർശനത്തിനായി പടനിലത്തുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
RSS വിജയദശമി പഥസഞ്ചലനം നടത്തി. RSS ജന്മദിനത്തോടനുബന്ധിച്ചാണ് പുനലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പഥസഞ്ചലനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചത്. RSSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വിജയദശമി പഥസഞ്ചലനം നടത്തിയത്. പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. നമസ്തേ നമസ്തേ പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത. പുനലൂർ അഷ്ടമംഗലം പുരിക്കലിലായിരുന്നു പരിപാടി. തന്നെയാണ് മാതൃപൂജയ്ക്കായി നാം ഒത്തുചേരാം മാതാവിൻ വൈഭവ മന്ത്രവുമായി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക കൂടിയായിരുന്നു ഇത്തവണ. പഥസഞ്ചലനത്തിനു ശേഷം നടന്ന പൊതുപരിപാടിയിൽ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ റിട്ടയേർഡ് കേരള പോലീസ് ASI ജെ ഗോപി അധ്യക്ഷത വഹിച്ചു. സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ശക്തി പ്രകടനക്കാരാണ്, ആ രീതിയിൽ പ്രവർത്തിക്കണം എന്നെല്ലാം മേലുദ്യോഗസ്ഥരും മറ്റും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. തീർത്തും അത് ശരിയല്ല, അല്പം ശരിയുള്ളതാണ്. കാരണം പോലീസ് എന്ന് പറയുന്നത് ജനത്തിൻ്റെ ജീവനും സ്വത്തിനും മനുഷ്യാവകാശത്തിനും ആത്മാഭിമാനത്തിനും സകലത്തിനും സംരക്ഷണം നൽകുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു വിഭാഗമാണ്. ആകയാൽ പോലീസിന്റെ പ്രഥമ ജോലി ക്രമസമാധാനമാകുന്നു, നാട്ടിൽ സമാധാനം ഉണ്ടാക്കലാകുന്നു, കുറ്റകൃത്യം ഉണ്ടാകാതെ തടയലാകുന്നു. ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. പല പ്രസ്ഥാനങ്ങളും ഭാരതത്തിൻ്റെ ഈ 100 വർഷം പിന്നിടുമ്പോഴും ഭാരതത്തിൻ്റെ ചില കോണുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ എൻ്റെ ഭംഗി കുറയ്ക്കാൻ ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയുന്നില്ല. ചില സംഘടനകൾ അതിലും പഴക്കമുള്ളതാണ്. അതിൻ്റെ അവസ്ഥയും വളരെ വളരെ ദുർബലമാണ് എന്ന് നമുക്കറിയാം. പല സംസ്ഥാനങ്ങളിലും നാമമാത്രമായി നിലനിൽക്കുന്നു. സജീവ സാന്നിധ്യമുള്ളത് ഈ വിരലിൽ ഉണ്ടാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി ഒരു വ്യക്തി 35 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഡോക്ടർ കേശവ ബലിറാമൻ. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിൽ നിന്നുമാണ് പഥസഞ്ചലനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ കലയനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. പുനലൂർ കലയനാട് പ്രാഥമികാരോഗ്യ കേന്ദ്ര പരിസരമാണ് ശുചീകരിച്ചത്. CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വ വാരാഘോഷം എന്നുള്ള നിലയിൽ പണ്ട് നമ്മൾ വളരെ സഗൗരവമായി AIYFന്റെ നേതൃത്വത്തിൽ നമ്മുടെ പട്ടണ പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളടക്കം ഉള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ചുരുങ്ങി ശുചിത്വ ദിനത്തിലേക്ക് എത്തിയിരുന്നു. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജയന്തി എന്ന് പറയുമ്പോൾ തന്നെ ഗാന്ധിജി എന്തിന് നേതൃത്വം കൊടുത്തോ അതിനപ്പുറത്തേക്കാൾ ശുചിത്വത്തിന് പ്രാധാന്യം നൽകി എന്നുള്ളതാണ് അവസ്ഥ. ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങൾ, അന്ന് 140 കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത്, ഇന്നിപ്പോൾ 140 കോടി ജനങ്ങൾ, ജനങ്ങളുടെ ശുചിത്വത്തിനും മുഖ്യ പ്രാമുഖ്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയാവണം ഇന്ത്യയിലെ ജനത
അത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരായാലും പട്ടണ പ്രദേശങ്ങളിലുള്ളവരായാലും അങ്ങനെ ആകണമെന്നാണ് ഗാന്ധിജി നിഷ്കർഷിച്ചത്. AIYF പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സിബിൽ ബാബു അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ AIYF സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ മണ്ഡലം കമ്മിറ്റി കീഴിലും തിരഞ്ഞെടുത്ത ഒരു സ്ഥലം നമ്മൾ വൃത്തിയാക്കി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമ്പയിനാണ് പുനലൂർ മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതിൻ്റെ പരിസരവും വൃത്തിയാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് AIYFിൻ്റെ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി S. രാജ്ലാൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ്, AIYF കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം S. ശരത് കുമാർ, CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം രാഹുൽ രാധാകൃഷ്ണൻ, ആരോഗ്യ കേന്ദ്രം ഡോക്ടർ ജസ്ന, AIYF പുനലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഹരി, രാഹുൽ, കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാജ്, എബിൻ പീറ്റർ, രാഹുൽ, അർച്ചന, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. AIYFിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ UPSC തെരഞ്ഞെടുപ്പിൽ അതിലും സന്തോഷം. നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകളും ഭാവുകയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തി. കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയത്. മുഖങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് ലോകമെമ്പാടും അലയടിക്കുന്ന സയനിസ്റ്റ് ഭീകര വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ഈ വാഹനത്തിന് പിന്നിലായി കടന്നു വരുന്നു. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചത്. കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജംഷാദ് അലി ഇർഫാനി, സദർ മുഹമ്മദ് ഹനീഫ സഖാഫി, പ്രസിഡന്റ് അനസ് TM, സെക്രട്ടറി നൌഷാദ് പാലോട്ട്, ട്രഷറർ സലീം, മുഹമ്മദ് സഫറുള്ള ഖാൻ, ഷാജഹാൻ, അബ്ദുൽ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. കൊയ്ത്തുത്സവം നടത്തി. വടക്കൻ മൈനാഗപ്പള്ളി പാടശേഖരത്തിലാണ് കൊയ്ത്തുത്സവം നടത്തിയത്. വടക്കൻ മൈനാഗപ്പള്ളി പാടശേഖരത്താണ് കൊയ്ത്തുത്സവം നടത്തിയത്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 5 പാടശേഖരങ്ങളിലായാണ് കൊയ്ത്തുത്സവം നടന്നത്. ഒന്നാം വിളയായി 25 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നെല്ലുൽപാദന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പാടശേഖര സമിതിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി കർഷകർക്ക് വേണ്ടി ഒരു സംവിധാനമാണ് ഒരുക്കിയത്. ഇന്നിവിടെ ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. മറ്റെല്ലാ മേഖലകളിലും ഇന്ന് കൃഷി നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൈനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇനിയും ഒരുപാട് പേരെ കർഷകരെ നമുക്ക് ഇതിനകത്ത് പ്രോത്സാഹിപ്പിക്കുവാനും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. സജിമോൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ സമിതി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ സമിതി ഏറ്റവും കൂടുതൽ കൃഷി മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാ മേഖലകളും ഊന്നൽ നൽകിയെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഊന്നൽ നൽകിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പാടങ്ങളെല്ലാം ഇങ്ങനെ നെൽവിത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ മൈനാഗപ്പള്ളിയുടെ പേരിൽ ഒരു ബ്രാൻഡഡ് അരി കൂടി നമുക്ക് ഇറക്കത്തക്ക ഒരു സംവിധാനം വരുന്ന സമിതി വീണ്ടും ഈ സമിതി തന്നെ വരികയും ഈ സമിതിയുടെ ഒരു വലിയ ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് അരി തന്നെ ഉണ്ടാവുകയും വരുന്നത്. കാരണം ജനങ്ങളെല്ലാം ഈ പാടശേഖര സമിതിയും ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. അത്തരത്തിൽ വീണ്ടും വരുന്ന കാലങ്ങളിൽ ഒരു ബ്രാൻഡ് അരി കൂടി ഈ സമിതി ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PM സെയ്ദ് സ്വാഗതം പറഞ്ഞു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഏറ്റവും പ്രാധാന്യമായി നമ്മൾ ഊന്നൽ നൽകിയത് കാർഷിക മേഖലയ്ക്കാണ്. അത് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തരിശായ മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് കാർഷിക മേഖലയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിന് സന്നദ്ധരായ കുറേ കർഷകരും കുറേ പാടശേഖര സമിതികളും കൃഷിക്കാരുമാണ് നമ്മുടെ കരുത്തെന്ന് പറയുന്നത്. അവരുടെ ആ ഒരു വിശ്രമമില്ലാത്ത ഒരു അധ്വാനമാണ് മൈനാഗപ്പള്ളി ഇത്രയേറെ നെല്ലുൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉമാ നെൽവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. 120 ദിവസത്തെ വിളവാണ് നെൽകൃഷിക്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. RSSന്റെ 100ാം ജന്മദിനം ചവറ മണ്ഡലത്തിൽ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി പഥസഞ്ചലനം നടന്നു. കൂടാതെ പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം ജന്മദിനം ചവറയിലും ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി വിജയദശമി പഥസഞ്ചലനം നടത്തി.
ചവറ തട്ടാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം ശങ്കരമംഗലം SNDP ഹാളിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ ഹരിത ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ MD K. ആനന്ദഗോപാൽ അധ്യക്ഷത വഹിച്ചു. RSS വിഭാഗ് സംഘചാലക് ഡോക്ടർ BS പ്രദീപ് കുമാർ വിജയദശമി സന്ദേശം നൽകി. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുണ്ടായിരുന്ന സംഘത്തിനേക്കാളും 10 മടങ്ങ് ശക്തിയോടെയാണ് 1977 ആയപ്പോഴേക്കും സംഘത്തിന്റെ വളർച്ചയുണ്ടായി. ഇപ്പോഴേക്കും സംഘത്തിന് ഒരു തരത്തിൽ അംഗീകാരത്തിന്റെ കാലഘട്ടമായി കഴിഞ്ഞു. പരപൂജനീയ ബാലാസാഹബ് ദേവർസിയുടെ സമയത്താണ് ഈ കേരളത്തിൽ 1982 വിശാല ഹിന്ദു സമ്മേളനം എന്ന രീതിയിൽ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് അതുവരെ പഞ്ചകർക്കടക മാസം എന്ന് പറഞ്ഞിരുന്ന കർക്കടക മാസം അനുഗ്രഹീതമായ രാമായണ മാസമായി മാറ്റപ്പെട്ടത്. ആ പ്രചാരണത്തിൽ ആദ്യം നഖശിഖാന്തം എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശ്രീരാമനെയും സീതയെയും രാവണനെയൊക്കെ ജനമനസ്സുകളിലേക്ക് കൊണ്ടുവരാനുള്ള ക്രൂരമായ വിനോദമാണ് ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ എന്ന് പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് പല സ്ഥലങ്ങളിലും രാമായണ മാസം ആചരിക്കുന്ന വിചിത്രമായ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. RSS ഗ്രാമ ജില്ലാ സഹസംഘചാലക് KG മാധവൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. RSS ചവറ ഖണ്ഡകാര്യകാരി സദസ്യൻ MK ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സേവാഭാരതി ചവറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി C. രഞ്ജിത് ചന്ദ്രൻ നന്ദി പറഞ്ഞു. വരുൺ G. കൃഷ്ണ, H. മിഥുൻ, S. കണ്ണൻ, S. സഞ്ജയ് എന്നിവർ പദസഞ്ചലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചവറ. ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പന്മന പോരൂക്കര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ആഘോഷിച്ചത്. ഗാന്ധി ജയന്തി ദിനാഘോഷം നടത്തി. പന്മന പോരൂക്കര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനാഘോഷം നടത്തിയത്. പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടന്നു. ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ഗാന്ധിജിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഗാന്ധി ജയന്തി എന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് RSSന്റെയും അതുപോലുള്ള സംഘപരിവാർ ശക്തികളും ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. രാഹുൽ ഗാന്ധി ഇന്ന് നാട്ടിലെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് കൊള്ളയ്ക്കെതിരെ വ്യക്തമായ തെളിവുകളുമായി രാജ്യത്തുടനീളം നടത്തിയ ഒരു യാത്രയും അതിലൂടെ ഉണ്ടായ ജനകീയ പിന്തുണയും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട ജനങ്ങളും ഈ ഗവൺമെന്റിനെതിരെ അണിനിരക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ ഏറ്റവും വലിയ പ്രതികരണമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുധങ്ങളുമായി ബോട്ട് എത്തുന്ന വ്യാജ പ്രചരണം. പിടികൂടിയ ബോട്ടുകൾ വിട്ടയച്ചു. പ്രചാരണം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ബോട്ടുകൾ വിട്ടയച്ചത്. കല്ലട ജലോത്സവം. ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജലരാജാവ് ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ 2ാം സ്ഥാനത്ത്. നിർമ്മാണം തീരാത്ത വീടുകളിലെ ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തഴവ കടത്തൂർ സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. കടത്തൂർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.